GRCയും GRCയും പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് മെർലി ബിജി. താമസിക്കുന്നത് എടപ്പള്ളിയിലാണ്. 8 വർഷമായിട്ട് RCMലുണ്ട്. RCM ഫാമിലി ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. പറ്റുന്ന പോലെയൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ RCMനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു നല്ലൊരു പ്രസ്ഥാനം പറഞ്ഞു തന്നത് അല്ലെങ്കിൽ കയ്യിലോട്ട് വെച്ച് തന്നത് നമ്മളെല്ലാവരുടെയും ഹരമായ സ്റ്റാർപേൾ അച്ചീവർ നോബിൾ സാറാണ്. സാറ് ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ സാറാണ് ഈ ഒരു പ്രസ്ഥാനം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. സാറിനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം തന്നെ രാജൻ സാറിനെയും പ്രിയ മാഡത്തെയും ബിൻ സാറിനെയും മുസ്ലിം മാമിനെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ലീഡ് ചെയ്യുന്ന നമ്മളുടെ മൂർത്തി സാറിനെയും അതുപോലെ അഖില മാഡത്തിനെ എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കുറച്ചധികം സങ്കീർണമായ ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് ബീജ്. എന്നാൽ റിസൾട്ട് വളരെ വണ്ടർഫുൾ ആണ്. നല്ല രീതിയിൽ നമുക്കതിനെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കൊടുക്കുന്നവർക്കും വലിയ സന്തോഷം, ഇത് കഴിക്കുന്നവർക്കും വലിയ സന്തോഷം. കാരണം ഇതിന്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയായ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് ന്യൂട്രിചാർജ് ബീജയുടെ. അപ്പൊ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ഒന്ന് തരണേ. കാണാവോ? യെസ് മാഡം, കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ന്യൂട്രിചാർജ് ബീജെ ആണെങ്കിൽ, ബോൺ ആൻഡ് ജോയിന്റ് ആണെങ്കിൽ എന്താണ് ബോൺ, എന്താണ് ജോയിന്റ്, അതിന്റെ ഹെൽത്ത് എന്താണെന്ന് നമ്മൾ ചെറിയൊരു ഐഡിയ, എനിക്കറിയാം സയൻസ് ആർക്കും തന്നെ അത്രയ്ക്ക് ദഹിക്കില്ല, പലർക്കും ദഹിക്കില്ല. പക്ഷെ വലിയൊരു സയൻസ് അല്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള എല്ലുകളാണ്, നമ്മുടെ ഉള്ളിലുള്ള ജോയിന്റുകളാണ്. അതിനെപ്പറ്റി അറിയാൻ നമുക്കൊരു കൊച്ചുകുട്ടിയുടെ പോലെ ഒരു ആകാംക്ഷയോടുകൂടി നമുക്ക് ഇരിക്കാം. കാരണം പഠിക്കുക എന്നുള്ളൊരു വാക്ക് പ്രത്യേകിച്ച് സയൻസ് ഒക്കെ ആകുമ്പോൾ ഇഷ്ടപ്പെടില്ല. പലതരം വാക്കുകൾ, കടിച്ചാൽ പൊട്ടാത്ത വാക്കൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കിപ്പോ ഇവിടെ വേണ്ടത് ഒരു ആകാംക്ഷയായിട്ട് നമുക്കതിങ്ങനെ വിചാരിക്കാം. അപ്പോ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു എല്ലും കഷ്ണം അല്ലെ, ഒരു എല്ലും കഷ്ണം, അതിന് ജീവനുണ്ടോ? നമുക്ക് തന്നെ അതൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. പക്ഷെ അത് ജീവനുള്ള ഒരു മറ്റുള്ള നമ്മളുടെ ശരീരത്തിലുള്ള തൊലിയോ അല്ലെങ്കിൽ മറ്റുള്ള മസിലോ ഒക്കെ പോലെ തന്നെ ജീവനുള്ള ഒരു ടിഷ്യൂ ആണ്. അപ്പോ അതിന് വലിയൊരു റോൾ ഉണ്ട്. നമ്മൾ വീട് പണിയുമ്പോ കമ്പി കെട്ടി വാർക്കണ പോലെ തന്നെ നമ്മളുടെ ശരീരത്തിനൊരു സ്ട്രക്ചറൊക്കെ തരണത് ഈ പറയുന്ന ബോണാണ്. അപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സെല്ലുകളൊക്കെ നശിച്ച് പുതിയ സെല്ലുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ വരണ പോലെ തന്നെ ഇതിലും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ സെല്ലുകൾ നശിച്ചു പോകും, ബോണിന്റെ സെല്ലുകൾ നശിച്ചു പോകും, പുതിയത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇതൊന്നും അറിയണില്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ. അപ്പൊ ഈ ബോൺ ഉണ്ടാക്കിയേക്കണ കണ്ടു കഴിഞ്ഞാൽ വലിയ കട്ടിയുള്ള സാധനമായിട്ട് തോന്നുമെങ്കിലും അതും ഉണ്ടാക്കിയേക്കുന്ന മെയിൻലി ഒരു പ്രോട്ടീനാണ്, കൊളാജൻ എന്ന് പറയും. അതിന്റെ മുകളിൽ കുറെ ധാതു ലവണങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ടാണ് അതിന് ഇത്ര കട്ടിയുള്ള ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു നല്ലൊരു വാർക്കക്കമ്പി പോലെ ഒരു സംഭവമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ മെയിൻലി ഈ പറയുന്ന കൊളാജന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവുന്നത് നമുക്ക് പരിചയമുള്ള മിനറൽസ് ആണ്. കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ നമുക്ക് നല്ല പരിചയമാണ്. ഇതാണ് നമ്മളെ ബോൺ വളരുന്നതനുസരിച്ച് ഇതിന്റെ മുകളിൽ കാൽഷ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും ഒക്കെ നല്ല രീതിയിൽ ഡെപ്പോസിറ്റ് ആയി പോകും. അപ്പൊ ബോൺ മാസ്, അതായത് നമ്മൾ ഒരു 20 നമ്മുടെ ഒരു വയസ്സ് ഒരു 20 എത്തി അതിനുശേഷം അല്ലെ നമ്മൾ നല്ലൊരു അഡൽട്ട് ഒക്കെ ആവണം. ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലിന്റെ ആ ഒരു മാസ് കൂടി വരുന്നത്. അതായത് നമ്മുടെ പൂർണ്ണ വളർച്ച എത്തണ ആ ഒരു സമയത്ത്. പക്ഷെ ഒരു 40 വയസ്സ് കഴിയുമ്പോ ആണ് അവിടെ പ്രശ്നം വന്നത്. ബോൺ ഉണ്ടായിരുന്ന ബോൺ കുറേശ്ശെ കുറയാൻ തുടങ്ങും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മസിൽ 35 വയസ്സ് കഴിയുമ്പോൾ 1% വെച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് മസിൽ കുറയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ബോണിന്റെ ആ ഒരു കട്ടിയും കുറയാൻ തുടങ്ങും. ബോൺ ലോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോണ അനുസരിച്ച് കൂടുതൽ തിരിച്ചുണ്ടാവുന്നില്ല. അതായത് നമ്മള് പൈസയുടെ കാര്യത്തിൽ പറയില്ലേ, വരവ് കൂടുതൽ ചെലവ് കൂടുതൽ വരവ് കുറവെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ ബോണിന്റെ ആ ടിഷ്യൂസ് കുറെ പോവും, പക്ഷെ അത്രയും തന്നെ തിരിച്ച് ഉണ്ടാവുന്നില്ലാത്തൊരു കണ്ടീഷൻ എത്ര വയസ്സ് തുടങ്ങിയ 40 വയസ്സ് തുടങ്ങി ഉണ്ടായി തുടങ്ങും. അപ്പൊ ഇങ്ങനെ
ബോൺ ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അവസ്ഥയിലോട്ട് മാറും. അതിന് പറയണതാണ്, മെഡിക്കൽ ടേം ആയിട്ട് പറയണതാണ് ഓസ്റ്റിയോപോറോസിസ്. ഇതൊക്കെ കേട്ട് നമ്മൾ ഞെട്ടണ്ട, പക്ഷെ ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം നല്ലതാ. കാരണം നമ്മൾ പലവിധ ആളുകളുമായിട്ടായിരിക്കും ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ സംസാരിക്കുക. അപ്പോ നമ്മൾ ഇത് കുറച്ചൊരു അറിവുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ടേമൊക്കെ മനഃപൂർവ്വം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആളുകളിലോട്ട് ഇത് എത്തിക്കാൻ പറ്റും. ഈ കൊടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പറയുന്ന ആൾക്ക് ഇച്ചിരി കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. സോ സ്വാഭാവികമായിട്ട് ഒരു ട്രസ്റ്റ് നമ്മളിൽ വരും, ഒപ്പം തന്നെ ആ പ്രൊഡക്റ്റിലും അവർക്ക് അപ്പൊ തന്നെ തോന്നും. സോ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഓസ്റ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ടേമിൽ ഉദ്ദേശിക്കുന്ന ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോൺ എന്നാണ്. അപ്പൊ അതിന് പോറോസിസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ കൂടി കൂടി വരിക. അപ്പൊ എല്ലിന് സുഷിരങ്ങൾ കൂടി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലിന്റെ കട്ടി ഇല്ലാണ്ടായി പോണു എന്നാണ് അർത്ഥം. അപ്പോ എന്താ സംഭവിക്കുന്ന, എല്ലിന്റെ കട്ടി കുറയും തോറും ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിയാലും മുട്ടിയാലും മതി, ചിലപ്പോൾ ഒന്ന് തുമ്മിയാൽ പോലും മതി, എക്സാജറേഷൻ അല്ല, തുമ്മിയാൽ പോലും ബോൺ ഒടിയണ ഒരു കണ്ടീഷനിലോട്ട് മാറിപ്പോകും. അപ്പോ പിന്നെ ഉള്ളത് വേറൊരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ബോൺ മാസ് നമ്മൾക്ക് അഡൽട്ട് ലൈഫിൽ നമുക്ക് എന്താ പറയുന്നത്, നല്ല രീതിയിൽ ബോൺ മാസ് ഉണ്ടെങ്കിൽ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷെ പിന്നീട് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു നല്ല പ്രായത്തില് ബോണിന്റെ ഹെൽത്ത് നമ്മൾ ആക്കിയെടുത്തില്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 20കള് ആ ഒരു പ്രായങ്ങളിൽ ബോണിന്റെ ഹെൽത്ത് നല്ല രീതിയിൽ ആക്കിയെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് പറ്റും, നമ്മളുടെ ആ ഒരു 40കൾ കഴിയുമ്പോഴത്തേനും ഈ ഓസ്റ്റിയോപോറോസിസ്, അതായത് ബോണിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ബോണിലെ സുഷിരങ്ങളാവണത് വേഗം നായി പോകും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക, നമ്മൾ അതൊന്ന് ഓർമ്മയിൽ ഒരു അറിവിലേക്ക് വെക്കുക. ഇനി ഓസ്റ്റിയോപൊറോസിസ്, അതിന് നമുക്ക് നമ്മളുടെ കാഴ്ച കൊണ്ട് നമുക്കത് ഓർത്തിരിക്കാം. നമ്മൾ പലപ്പോഴും പടങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഓർത്തിരിക്കും. നല്ല എല്ല് കണ്ടോ, ഹെൽത്തി ബോൺ എന്ന് എഴുതിയേക്കുന്നത്. പക്ഷെ ഓസ്റ്റിയോപൊറോസിസ്, എല്ലുകളുടെ കട്ടി കുറഞ്ഞു കഴിയുമ്പോൾ നോക്കി അതിൽ സുഷിരങ്ങളുടെ വലിപ്പം കൂടി കൂടി ഇരിക്കണുണ്ടോ, ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ അത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഡെൻസിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിനകത്തൊക്കെ നോക്കി തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും ഓസ്റ്റിയോപൊറോസിസ്, അതായത് ഓസ്റ്റിയോപൊറോസിസ് ആയിപ്പോയോ, അങ്ങനെയാണെങ്കിൽ അത് വളരെ കൂടുതലാണെങ്കിൽ ഫ്രാക്ചറിനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഒരു ബോഡി സ്കാനർ ഉണ്ട്, അതിനകത്ത് ബോൺ മാസ് നമുക്ക് നോക്കാൻ പറ്റും. ആ ബോൺ മാസ് 3ൽ താഴെയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾക്ക് ബോൺ മാസ് 3ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ പതുക്കെ ഓസ്റ്റിയോപൊറോസിസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലിന് വരുന്ന ഒരു അവസ്ഥയാണ് എന്ത്, എല്ലിന്റെ ടിഷ്യൂസ് അല്ലെങ്കിൽ എല്ലിന്റെ ആ ടിഷ്യൂസ് കുറഞ്ഞു വരുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് എന്ത്, ഓസ്റ്റിയോപൊറോസിസ്. എല്ലിന്റെ കട്ടി കുറഞ്ഞു പോവുക. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, എല്ലിന് ഫ്രാക്ചർ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടി കൂടി വരും. അപ്പൊ ഈ ഒരു അവസ്ഥ പ്രായമാകുമ്പോഴത്തേനും നമുക്കറിയാം, ഒത്തിരി പ്രായമായ മനുഷ്യരൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും വിസ വരാനുള്ള ടൈം ആയെന്നല്ലേ നമ്മൾ പറയാറില്ല. കിടന്നു, ഇനിയിപ്പൊ നടുവിന് പൊട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എഴുന്നേക്കൂല, അവർ മാനസികമായിട്ടും ആകെ പ്രശ്നമായി, അതുവരെ ആശുപത്രി കയറാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെ സർജറി ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റില്ല. ആ കിടന്ന കിടപ്പ് പിന്നെ അവർ എഴുന്നേക്കൂല, അവര് മരണത്തിലേക്ക് തന്നെ പോകും. അങ്ങനെ ഒരു സാധാരണ ഇതിലൊരു കൺസെപ്റ്റ് ഉണ്ട്, നല്ല പ്രായമായവർ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് പോലും ഉണ്ട്. സോ നമ്മൾ ആജീവനാന്തം ആരോഗ്യത്തോടെ അവസാന ശ്വാസം വരെ നല്ല രീതിയിൽ മൊബിലിറ്റി കിട്ടുക, അതായത് എല്ലുകൾക്ക് കട്ടിയുണ്ടായി ജീവിക്കുകയാണെങ്കിൽ ആ ഒരു എന്നാ പറയുന്നത്, നമ്മളുടെ അവസാന ശ്വാസം വരെ ഏറ്റവും ഒരു ആശ്വാസകരമായ ജീവിതം നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും പറ്റും. നമ്മൾ കിടന്നു പോയാലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒപ്പം തന്നെ ബോണിന്റെ കട്ടിയുടെ പോലെ തന്നെ വേറൊരു കാര്യമാണ്, ബോണുകൾ തമ്മിൽ യോജിക്കുന്ന, 2 ബോണുകൾ തമ്മിൽ യോജിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ജോയിന്റ്. ഇഷ്ടംപോലെ ജോയിന്റ് നമ്മുടെ ശരീരത്തുണ്ട്. ഈവൺ ഒരു വിരലെടുത്താൽ തന്നെ എത്ര ജോയിന്റ് ഒരു വിരലില്. സോ ആ 2 ബോൺ യോജിക്കണടുത്ത് ആ 2 ബോണുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരഞ്ഞു പോവാതിരിക്കാൻ, കാരണം ഇത് ഭയങ്കര കട്ടിയുള്ള സാധനം, ഇവര് തമ്മിൽ കൂട്ടിമുട്ടി ഒരഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തേയ്മാനം വരും. അപ്പൊ അത് ഒരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിച്ചപ്പോ തന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു സ്പോഞ്ച് പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, കാർട്ടിലേജ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അറിയാം, ഒരു ചിക്കനൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അത് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, അതിന്റെ ആ ബോണിന്റെ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമുണ്ട് ഓരോ ബോണിന്റെ അറ്റത്ത്. അപ്പൊ അതിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ 2 വാക്ക് പുതിയത് പഠിച്ചു, ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള ഒരു ടേം നമ്മൾ പഠിച്ചു. ഇപ്പൊ അടുത്തത് എന്നതാ പഠിക്കുന്നത്, കാർട്ടിലേജ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ജോയിന്റുകൾ തമ്മിൽ യോജിക്കുന്ന സ്ഥലത്തുണ്ടാവുന്ന പ്ലാസ്റ്റിക് പോലത്തെ സാധനം. അതിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ്. ഇത്രയും കാര്യം ഓർക്കുക, ബോൺ, കാർട്ടിലേജ്, സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് ആണ് ഈ ഘർഷണം അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു താഴ് തുറക്കണില്ല, താക്കോലിട്ടിട്ട് തുറക്കണില്ലെങ്കിൽ നമ്മൾ ഇച്ചിരി എണ്ണയോ ഒഴിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യും.
അല്ലെങ്കിൽ തയ്യൽ മെഷീൻ നമ്മൾ അങ്ങനെ ശരിയാക്കി എടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജോയിന്റിനൊക്കെ കൃത്യമായ ഒരു ഗ്രീസിങ് കൊടുക്കാനായിട്ട് അതിനകത്തുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഏത് കാർട്ടിലേജിന്റെ ഒക്കെ അകത്തായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സൈനോവിയൽ മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണത്. അപ്പം പ്രായമാവും തോറും അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് കൂടുന്നു, ഒബസിറ്റി കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ വലിയ എക്സസൈസ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അതായത് എന്തൊക്കെയാണ് പ്രായം കൂടുന്നു, വെയിറ്റ് കൂടുന്നു, ഒബസിറ്റി വരുന്നു. ഒബസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ അധികം എക്സസൈസ് ഇല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് കാർട്ടിലേജിന് പ്രശ്നം വരും. കാർട്ടിലേജ് എന്നായിരുന്നു? രണ്ട് ബോണുകൾ തമ്മിൽ യോജിക്കുന്നിടത്തുള്ള ആ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ആ ഒരു സാധനം. അപ്പൊ എന്തിലേക്ക് നയിക്കും? അടുത്ത ഒരു അവസ്ഥ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. ആർത്രൈറ്റിസ്, ആർത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് എന്നർത്ഥം. ഓസ്റ്റിയോ എന്ന് നമ്മൾ പഠിച്ചു എന്നത്, ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോൺ എന്നാണ് നമ്മൾ പഠിച്ചത്. ആർത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജോയിന്റ് എന്നർത്ഥം. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് എന്നാണ് അർത്ഥം. നമ്മൾ സൈനസൈറ്റിസ് കേട്ടിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ് കേട്ടിട്ടുണ്ട്, അത് ഗ്യാസ്ട്രൈറ്റിസ് കേട്ടിട്ടുണ്ട്. അതുപോലെ ജോയിന്റിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് എന്ത്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഈ ഒരു കാര്യം ഇത്രയും സയൻസ് എന്തിനാ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി കൃത്യമായൊരു ധാരണയും ഗൗരവവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ന്യൂട്രിചാർജ് ബീജ കൃത്യമായിട്ട് എല്ലാവരിലോട്ടും എത്തിക്കുള്ളൂ, നമ്മളും കഴിക്കുള്ളൂ. ഇതൊരു കാലിന്റെ മുട്ടിന്റെ പട. ഇത് നോക്കിയേ, മുകളിലെ തൊടയല്, അതിന്റെ താഴേക്ക് ഒരു വലിയ എല്ലും ഒരു കുഞ്ഞു എല്ലും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു വെള്ള സാധനം ഇരിക്കേണ്ട, അതാണ് കാർട്ടിലേജ്. ബാക്കിയൊക്കെ നമ്മൾ പോട്ടെ. അടുത്തത് ഈ മുട്ടിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോട്ടോസ് ആണ് കാണുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കണം, മുട്ട് ചിരട്ടയൊക്കെ കാണാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണ്, ബാക്കിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് നോക്കി. അവിടെ ആ എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി അതിൽ തേയ്മാനം വരാതിരിക്കാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് ആ കാർട്ടിലേജ് വെച്ച് പൊതിഞ്ഞ് സംരക്ഷിച്ചേക്കുവാണ്. ഒരു നോർമൽ മുട്ട് എക്സ്റേ എടുക്കുമ്പോഴും ഇങ്ങനെ ഭംഗിയായിട്ടിരിക്കും. നോക്കിയാൽ ആ എക്സ്റേ എടുക്കുമ്പോഴത്തേന് ആ എല്ലുകളുടെ പടത്തിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പായിട്ട് നമുക്ക് കാണാം, നല്ലൊരു ഗ്യാപ്പായിട്ട് കാണാം. അതായത് അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. പക്ഷേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തായിരുന്നു? എല്ലുകളുടെ സന്ധികളുടെ ഇടയിൽ നീർവീക്കം വരുന്ന ഒരു അവസ്ഥ വരുമ്പോ എന്നാ സംഭവിക്കുന്നത്? ഈ കാർട്ടിലേജ് ഇല്ലാണ്ടായി പോവുക. പിടികിട്ടിന്ന് വിചാരിക്കുന്നു. കാരണം നല്ല കാർട്ടിലേജ് വെളുത്തിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു, ഇപ്പുറത്ത് അതൊക്കെ റപ്ചർ ആയിട്ടിരിക്കുന്നു. സൈനോവിയൽ ഫ്ലൂയിഡും തീർന്നു പോയി, അതിൻ്റെ അകത്ത് കാർട്ടിലേജും ഇല്ലാണ്ടായി. അത് പക്ഷെ അവിടെ അപ്പൊ എന്ത് പറ്റി? കാർട്ടിലേജ് ഒക്കെ ഡാമേജ് ആയി പോണു. അപ്പോ നമ്മൾ അതിന്റെ ഒരു എക്സ്റേ നോക്കുമ്പോഴത്തേനും നേരത്തേല് നമ്മൾ കണ്ടു നല്ല സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കി എല്ലുകൾ തമ്മിൽ കൂട്ടി അടുത്തിരിക്കുകയാണ്. അങ്ങനെ അടുത്തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലുകൾ തമ്മിൽ കൂട്ടി ഒരഞ്ഞ് പിന്നെ ആകെ പണിയായി, ഭയങ്കര വേദനയായി, ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റുള്ള മൊത്തത്തിൽ പ്രശ്നം. അതുപോലെ കാലൊക്കെ മുട്ടൊക്കെ ഇങ്ങനെ ആട്ടുമ്പോ കടാന്ന് അതിൻ്റെ അകത്തുനിന്ന് സൗണ്ട് കേൾക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അത് മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടത്. അപ്പൊ അലോപ്പതി ഡോക്ടർമാർ എന്ത് പറയും? ഇതിന് പിന്നെ ഇപ്പൊ വേറെ വകുപ്പൊന്നുമില്ല, ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാന്ന് പറയും. അത് ചെയ്ത ഒരു കാലം എങ്ങനെ ഇരിക്കണേന്നാണ് ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ ഒരു ചെറിയ പടമാണ് കാണിച്ചേക്കുന്നത്. എങ്ങനെ ഇരിക്കണേന്നല്ല, എന്തൊക്കെ സാധനങ്ങളാ വെക്കണേന്ന. അതിനകത്ത് 3 സാധനം കയറ്റി വെക്കണേ കണ്ടോ? ആ മേളത്തെ തൊടയെല്ലിനെ കവർ ചെയ്ത ഒരു സാധനമുണ്ട്, പിന്നെ ആ വലിയ എല്ലിലേക്ക് കുത്തി ഇറക്കാനായിട്ട് ഒരു സാധനമുണ്ട്, അതിന്റെ നടുക്ക് വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 സാധനങ്ങൾ കയറ്റി വെച്ചിട്ടാണ് ഈ പറയുന്ന മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഏതാണ്ട് 1.5 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യണത്. അപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ജീവനുള്ള സാധനമാണ് ബോണ്, വളരുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ജീവനുള്ള ടിഷ്യൂസ് ആണ് ഈ ബോൺ എന്ന് പറയുന്നത്. അതുപോലെ ജോയിന്റ് ആണെങ്കിലും. അപ്പൊ അതിന് കുറച്ചധികം നല്ല രീതിയിൽ എന്ത് വേണം? നല്ല പോഷകങ്ങൾ വേണം. ആ പോഷകങ്ങൾ കൃത്യമായ അളവിൽ ചെന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ തന്നെ വെള്ളം കുടിക്കില്ല, പഞ്ചസാര അധികം കഴിക്കണു, മരുന്നുകളുടെ അമിതമായ ഉപയോഗം, എക്സസൈസ് ഇല്ല, അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്യണു, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നല്ല പോഷകങ്ങൾ അടങ്ങിയ ഫുഡ് കഴിക്കണില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, പ്രായമാകുന്നു, അത് വലിയൊരു ഫാക്ടർ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് എല്ലുകളുടെ ബലത്തിനോ അല്ലെങ്കിൽ സന്ധികളുടെ ആ ഒരു തേയ്മാനം ഇല്ലാതെയോ നമ്മൾക്ക് എന്താ പറയുന്ന അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രിചാർജ് ബീജെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു എന്തുകൊണ്ടാണ് ന്യൂട്രിചാർജ് ബീജെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത്? ഈ പഞ്ചസാര അല്ലെങ്കിൽ മരുന്നുകളുടെ അമിത ഉപയോഗം എന്നതൊക്കെ ഒരു സ്ഥലത്തേക്കടെ വെച്ച്, അതുപോലെ പ്രായമാവുന്ന എന്നാ സംഭവിക്കണേ? പ്രായമാകുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റം എന്താണ്? ആ മാറ്റത്തിനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ആ മാറ്റത്തിലോട്ട് വരാതിരിക്കാനായിട്ട് ന്യൂട്രിചാർജ് ബീജെ നമ്മളെ എത്രത്തോളം സഹായിക്കും. അപ്പൊ ഏജ് ആവും തോറും എന്താ നോക്കുന്നത്? നമ്മളുടെ ജോയിന്റ് ഒക്കെ സ്റ്റിഫായി പോകും അല്ലെ? ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കുമ്പോ കാല് നിവരണില്ല, അതങ്ങള് മുട്ട് വളയണില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങള്. അപ്പോ ഈ
ജോയിന്റ് അങ്ങ് സ്റ്റിഫായി പോകുന്നു, വളയുന്നില്ല, വഴക്കം ഇല്ല. അതുപോലെ തന്നെ ബോണിന്റെ കട്ടി കുറയുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേനും എന്ത് പറ്റും? അത് പലപ്പോഴും നമ്മൾ നമ്മളുടെ നല്ല പ്രായത്തിൽ 20കൾ കഴിഞ്ഞുള്ള ആ പ്രായം തുടങ്ങി അല്ലെങ്കിൽ കുഞ്ഞുനാൾ തുടങ്ങി നമ്മൾ കൃത്യമായ വേണ്ടത്ര ന്യൂട്രീഷൻ പോഷകങ്ങള് ബോണിനോ ജോയിന്റിനോ നമ്മൾ കൊടുക്കാത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലോട്ട് നീങ്ങുന്നത്. നമുക്കറിയാം, നമുക്ക് പ്രായമാവും തോറും കണ്ണിന്റെ കാഴ്ച കുറയുമ്പോഴത്തേനും നമുക്കൊരു വിഷമം, നടക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് തകർക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾറെഡി ഈ പ്രശ്നമാണെങ്കിൽ അതിനൊരു സൊല്യൂഷനാണ് എന്ത്? ന്യൂട്രിചാർജ് BJ എന്നുള്ളത്. അതുപോലെ തന്നെ പീരീഡ്സ് നിന്ന് മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിലും ഈ പറയുന്ന ഹോർമോണൽ ചേഞ്ച് വരുമ്പോഴത്തേനും ഉറപ്പായിട്ടും എല്ലിന്റെ കട്ടി കുറയും. അത് ബോഡിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ബോണിന്റെ കട്ടി കുറഞ്ഞ് എന്തിലേക്ക് നീങ്ങും? ഓസ്റ്റിയോപൊറോസിസ്, എല്ലുകൾക്ക് സുഷിരങ്ങള് വലിപ്പം കൂടുന്നു, എല്ല് എപ്പോ വേണമെന്നാ പൊട്ടാവുന്ന രീതിയിലോട്ടായി പോകുന്നു. സാധാരണ പുരുഷന്മാരെക്കാളും എല്ലിന്റെ കട്ടി കുറവാണ് സ്ത്രീകൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഈ കാര്യത്തിൽ കേരള റോസസിലെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവന്റെ ഏറ്റവും ക്വാളിറ്റിയിൽ മുന്നോട്ട് പോകാൻ പാകത്തിന് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യമാണ്. അപ്പൊ ഈ ഓസ്റ്റിയോപൊറോസിസ് എന്തായാലും വരാം. എപ്പോ വരാം? മെനോപ്പസ് ആവുമ്പോ, പീരീഡ്സ് നിന്ന് കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും അവരിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ച് ആർക്കും തടയാൻ പറ്റില്ല. അത് ആ ചേഞ്ച് മൂലം ഉറപ്പായിട്ടും എല്ലിന്റെ കട്ടി കുറയാം. അപ്പൊ അതൊരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറഞ്ഞു. അതായത് സന്ധികളിൽ തേയ്മാനം വരുന്നത്. എന്തുകൊണ്ട്? ആ കാർട്ടിലേജും ആ പറയുന്ന ആ വെളുത്ത ആ ഒരു സാധനമില്ല, നമ്മൾ പടത്തിൽ കണ്ടു, ആ കാർട്ടിലേജും പോകും, സൈനോവിയൽ ഫ്ലൂയിഡും പോകും. അപ്പൊ ഇതുകൊണ്ടെല്ലാം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. അതിന് പറ്റിയ നല്ലൊരു എന്നാ പറയണ്ടേ, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിൽ, ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അതൊന്ന് എടുത്ത് ഉപയോഗിക്കുകയേ വേണ്ടുള്ളൂ, അതൊന്ന് എടുത്ത് നമ്മൾ കഴിക്കേ വേണ്ടുള്ളൂ. നമ്മൾക്ക് ഈ പറയുന്ന വിഷമങ്ങളിലേട്ടും ബുദ്ധിമുട്ടുകളിലേട്ടും പോവാതിരിക്കും. നമുക്ക് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ ശരിക്കും അപ്പൊ ന്യൂട്രിചാർജ് BJ ആരൊക്കെ എടുക്കേണ്ടത്? എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും 40 വയസ്സ് കഴിഞ്ഞാൽ എടുത്തോളൂ. കാരണം അത് എടുക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ളതാണ്. കാരണം ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഒരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. ഇത് ഫുള്ളി സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ 40 വയസ്സ് എനിക്ക് ആയില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുന്ന പലരും ഉണ്ടാവും. അവർക്ക് ഓൾറെഡി ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും പറയാനില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനില്ല എന്നുള്ളതല്ല, പോഷകങ്ങൾ, ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ ഇല്ലാത്ത ഫുഡ് കഴിക്കുന്നത് മാൽ ന്യൂട്രീഷൻ ആണ്, പോഷകാഹാരക്കുറവാണ്. അപ്പൊ അതുമൂലം നമ്മൾക്ക് മുട്ടിന് വേദനയോ നടുവിന് വേദനയോ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ തോന്നുന്ന ആർക്കും ഈ പറയുന്ന ന്യൂട്രിചാർജ് BJ അഡൽട്ട് ആയിട്ടുള്ള ആർക്കും നമുക്ക് കഴിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡി സ്കാനറിൽ നോക്കിയിട്ട് ഒരു മിനിമം 3% ബോൺ മാസ് ഇല്ലാത്തവര് എന്തായാലും ന്യൂട്രിചാർജ് BJ എടുക്കണം. ന്യൂട്രിചാർജ് BJ ഇത്രയും നമ്മൾ പഠിച്ച സ്ഥിതിക്ക്, ഇത്രയും നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇത് എന്തിനൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി. ജോയിന്റിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ജോയിന്റ് എന്താ? 2 എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ആ സ്ഥലം. അപ്പൊ അവിടെ എന്താണുള്ളത്? ആ പ്ലാസ്റ്റിക് പോലെ വെളുത്ത സാധനം, അതിന്റെ പേരാണ് കാർട്ടിലേജ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി അതിന് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നു പോയി നമ്മുടെ ഇത്ര നാളത്തെ ജീവിതം കൊണ്ടാണെങ്കിൽ, ന്യൂട്രിചാർജ് BJ നമ്മൾ കഴിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ പൊട്ടിപ്പോയി അല്ലെങ്കിൽ ആ വിള്ളൽ വന്ന കാർട്ടിലേജിനെ റിപ്പയർ ചെയ്തെടുക്കും. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരു ദ്രാവകം ഉണ്ട്, ഇതിന് കർഷണം കൊടുക്കണം, നമ്മൾ ഓയിൽ ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ സൈനോവിയൽ ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ആര് സഹായിക്കും? ന്യൂട്രിചാർജ് BJ സഹായിക്കും. മിനിമം നമ്മൾ ഒരു 3 മാസം എങ്കിലും എടുക്കുക. സിവിയറിറ്റി അനുസരിച്ച് അത് 6 മാസത്തേക്ക് അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവർ ഒരു 6 മാസം വരെ ഇത് എടുക്കുമ്പോൾ നമുക്ക് പ്രകടമായ വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ജോയിന്റിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണ പോലെ തന്നെ ബോണിന്റെ ഹെൽത്തും, അതോടുകൂടി എന്നാ കിട്ടുന്നത്? ആ പറയുന്ന എല്ലിന്റെ കട്ടി കുറയുമല്ല ചെയ്യുന്നത്, അവിടെ വീണ്ടും ബോണിന്റെ പ്രോട്ടീൻ, അത് ഏത് പ്രോട്ടീൻ ആയിരുന്നു? കൊളാജൻ. ആ കൊളാജൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ എല്ലിന്റെ കട്ടി കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? മിനറൽസ് ആഡ് ചെയ്യും. ഏതൊക്കെ മിനറൽസ് ആണ്? മെയിൻലി കാൽഷ്യവും ഫോസ്ഫറസും, അതിന്റെ കൂടെ ബോറോണും ഒക്കെ ചെറിയ രീതിയിൽ ആഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ധാതു ലവണങ്ങൾ, മിനറൽസും ആഡായി കിട്ടുന്നത് കൊണ്ട് എന്താ? ബോണിന്റെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. എന്റെ അപ്പച്ചനൊക്കെ ഇപ്പൊ 90 വയസ്സ് മേലെ ആയ ഒരാളാണ്. ആൾക്ക് ഇപ്പൊ ഈ ഇടയായിട്ട് ഒരു ചെറിയ ഷോൾഡർ പെയിൻ വന്ന് നമ്മൾ ആശുപത്രി കൊണ്ടുപോയി കാണിക്കുമ്പോ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിച്ച് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും 60 വയസ്സിന്റെ
ഹെൽത്തി ആയിട്ടുള്ള അത്രയും ഒരു ആളുടെ ഉള്ള ബോണിന്റെ ഹെൽത്ത് ഇപ്പോഴും ഉണ്ടെന്ന്. അവരുടെ ജീവിതശൈലിയും അവരുടെ ജീവിതങ്ങളും ഒക്കെ ആയിരുന്നു കാരണം. പക്ഷെ ഇപ്പൊ നമ്മൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ പ്രായം 40 ആയുള്ളെങ്കിലും നമുക്ക് ബോണിന്റെ ആ ഒരു അവസ്ഥ ചിലപ്പോൾ 60 വയസ്സായ ആളുടെ പ്രായത്തിന്റെ ആയിരിക്കും. 90 വയസ്സായുള്ള ആൾക്ക് 60 വയസ്സിന്റെ ബോൺ ഉണ്ട് ഇപ്പോഴും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോൺ. പക്ഷെ 40 കഴിഞ്ഞവരും 30 കഴിഞ്ഞവരും പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബോഡി സ്കാനിങ് മറ്റുള്ളവരിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 30 വയസ്സുള്ള പിള്ളേരുടെ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ബോൺ മാസ് ഒട്ടുമില്ല. 25 വയസ്സുള്ളവർക്കാണെങ്കിലും ഇല്ല. പക്ഷേ ഇച്ചിരി ഒരു 70 മേലിലുള്ള ആൾക്കാരുടെ ബോൺ മാസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഭേദാ നമ്മൾ വെച്ച് നോക്കുമ്പോ. അതെന്താ തെളിയിക്കുന്ന നമ്മുടെ ജീവിതശൈലി കൊണ്ട് വരുന്നതാ. സോ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കി, വടിയിലും അല്ലെങ്കിൽ എക്യുപ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വലിയ വില കൊടുത്ത് വാങ്ങുന്ന മെഷീനിലും ഒക്കെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മൾ നീങ്ങും. പ്രായമായവർ ഇപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ അവര് സ്വന്തം കാലയിൽ അല്ലെങ്കിൽ മരിക്കണവരേക്കും അവര് ഒരു ചെറിയ വടി ഉപയോഗിച്ചിട്ടായാലും മുന്നോട്ട് പോകണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂട്രിചാർജ് ബീജെ എല്ലാവരിലും എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ എന്താ ഗുണം കിട്ടുന്നത്? ഞാൻ ഈ ബ്ലൂങ്കിൽ എഴുതിയതാണ് മെയിൻ കാര്യമായിട്ട്. ജോയിന്റിന്റെ ഹെൽത്തും ബോണിന്റെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുട്ടിലൊക്കെ ഉണ്ടാവുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ നടുവിലുണ്ടാവുന്ന നീർക്കെട്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് തരും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ മുട്ട് വളയ്ക്കാനും സ്റ്റെയർ കേസ് കയറാനും എന്തിനും നമ്മുടെ പ്രായമാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ പിള്ളേരുണ്ടാവും, ചെറിയ കുട്ടികൾ, അവരൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലെ. നമുക്ക് ചെറുമക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും അവരെടുക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെയൊക്കെ ആയിപ്പോവും. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഈ സന്ധികൾക്ക് ഈ ആർത്രൈറ്റിസ് വന്നിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂലോട്ട് പോവില്ല. ഇനി വേറൊരു അവസാനം എഴുതിയേക്കുന്ന നോക്കിയേ, നമ്മളുടെ മിക്ക പ്രൊഡക്റ്റുകളും നമ്മൾ പറയുമ്പോൾ നമുക്ക് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ നമുക്ക് പറയേണ്ടി വരും. അത് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ബോണിനെ പോലും ഈ ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിൽ ബോണിനെ പോലും നശിപ്പിക്കും. നമ്മുടെ വിചാരം സാധാരണ കൊച്ചു കൊച്ചു സെല്ലുകളെ, നമ്മളുടെ ഈ ടിഷ്യൂ സാധാരണ മസിലിനെ ഒക്കെ ആയിരിക്കും നശിപ്പിച്ച് കളയണേന്ന. അല്ല, ബോണിനെ പോലും നശിപ്പിക്കും. ആരുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടെങ്കിൽ. ഞാൻ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു തോന്നുന്നു, സോറി. ഫ്രീ റാഡിക്കൽസ് ഉണ്ടെങ്കിൽ, ഫ്രീ റാഡിക്കൽസ് എവിടുന്നാ വരുന്നേ? നമ്മളുടെ ജീവിതശൈലി മൂലം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ കുറെ രാസപ്രവർത്തനം, നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറെ രാസപ്രവർത്തനമൊക്കെ നടക്കും. നമ്മളുടെ ഓരോ കോശങ്ങളിലോട്ടും ന്യൂട്രിയന്റ് ചെല്ലാനും അതവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാനും അങ്ങനെ കുറെ രാസപ്രവർത്തനം നടക്കുക. ഒരു ഫാക്ടറിയാണ് നമ്മളുടെ ബോഡി എന്ന് വിചാരിച്ചോ. അവിടെ അടുപ്പ് കത്തിക്കുമ്പോൾ വിറക് കത്തിക്കുമ്പോൾ ബാക്കി ചാരം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബാക്കി ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഫ്രീ റാഡിക്കൽ. അപ്പൊ കുറച്ചൊക്കെ ഉണ്ടായ ശരീരത്തിന് അതിനെ കളയാനുള്ള വകുപ്പ് അതിന്റെ കയ്യിൽ തന്നെയുണ്ട്. മനസ്സിലായി? ഫ്രീ റാഡിക്കൽ കുറച്ചൊക്കെ ഉണ്ടായാലും ശരീരം തന്നെ അതിനെ നിർവീര്യമാക്കി കളയും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്, നമ്മളുടെ ജീവിത രീതി, നമ്മളുടെ സ്ട്രെസ്, നമ്മളുടെ പൊല്യൂഷൻ, പല പല കാരണങ്ങൾ, ഈ പല പല കാരണങ്ങൾ കൊണ്ട് ഫ്രീ റാഡിക്കലിന്റെ അളവ് മനുഷ്യരുടെ ഉള്ളിൽ ഇപ്പൊ കൂടിക്കൂടി വരിക. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? എല്ലുകൾക്കടക്കം നാശം സംഭവിക്കുന്നു. നോക്കിയേ. അപ്പൊ എന്താണ് ആന്റി ഓക്സിഡന്റ്? ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ കൂടെ കിട്ടുന്നതാ. പക്ഷെ ഇപ്പൊ നമ്മളുടെ ഫുഡിനകത്ത് ആന്റി ഓക്സിഡന്റ് അല്ല, നമ്മൾ കഴിച്ച് കൂടുതൽ ഈ ഫ്രീ റാഡിക്കൽസിന്റെ എണ്ണം കൂട്ടാനുള്ള രീതിയിലാണ് നമ്മളുടെ ഫുഡ് കഴിപ്പ്. അപ്പൊ ആന്റി ഓക്സിഡന്റ് ഫുഡിൽ കൂടെ കിട്ടണമില്ല. കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഉള്ള രാസപ്രവർത്തനം മൂലം ഉണ്ടാവുന്നത് കൂടുതലും ഫ്രീ റാഡിക്കൽസ് ആകുമ്പോഴത്തേനും എല്ലുകളടക്കം നശിച്ചു പോണ ഒരവസ്ഥയിൽ വരുന്നു. സാധാരണ കോശങ്ങളല്ല, എല്ലുകളടക്കം. അപ്പൊ ആ കാര്യം പോലും വളരെ ശ്രദ്ധിച്ചിട്ട് ന്യൂട്രിചാർജ് ബീജയിൽ എന്തും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു, ആന്റി ഓക്സിഡന്റ് പോലും. അപ്പൊ സകല രീതിയിലും എല്ലിനെയും ജോയിന്റിനെയും പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ കണ്ടന്റുകളും അടങ്ങിയ ഒരു വണ്ടർഫുൾ വേൾഡ് ക്ലാസിക് ആയിട്ടുള്ള ഒരു ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഏറ്റവും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്, ന്യൂട്രിചാർജ് ബീജെ. അപ്പൊ ഇതിനകത്ത് ഇനി എന്നാക്കി അടങ്ങിയേക്കുന്നത് ഇത്രയ്ക്കും നമ്മൾ മനസ്സിലാക്കി എടുത്ത സ്ഥിതിക്ക് ഇനി ഇതിനകത്ത് എന്നാക്കി അടങ്ങിയേക്കുന്നത്, പലപ്പോഴും നമ്മൾ പലരോടും വാദോരാ സംസാരിച്ചിട്ട് ഇതിനകത്ത് എന്നാക്കി ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് നല്ലതാ, ഇത് കഴിച്ചോ, നല്ല അനുഭവ, ഇത് നല്ല സാധന, ഇത്രയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അറിയേണ്ട ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു മിനിമം അറിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഒരു ന്യൂട്രിചാർജ് ഒരു ബീജയുടെ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സാഷ ഉണ്ടാവും, ഒരു ടാബ്ലറ്റും ഉണ്ടാവും. അതായത് പൊടിയും ഉണ്ടാവും, ഗുളിക ഫോമിലും ഉണ്ടാവും. ഗുളിക എന്ന് പറയുന്നത് മരുന്നല്ല. അതെന്താണ്, നമ്മൾ ന്യൂട്രിചാർജ് ഉമ്മണൊക്കെ പറയണ പോലെ തന്നെ അത് പോഷകങ്ങളുടെ ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഈവൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പ്രഗ്നന്റ് ആവുമ്പോൾ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ എഴുതി തരും എന്ത്, വൈറ്റമിൻ സി എഴുതി തരും, അല്ലെങ്കിൽ ഫോളിക് ആസിഡ്, അയൺ ഒക്കെ എഴുതി തരും.
ഇത് എഴുതി തരുമ്പോഴത്തേനും അത് ഡോക്ടർ എഴുതണോണ്ട് അത് മരുന്നാന്നുള്ള ഇതിൽ നമ്മൾ അങ്ങോട്ട് കഴിക്കും. ആക്ച്വലി അത് മരുന്നല്ല. ഒരു ഗർഭിണിക്ക് എന്തിനാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്കൊരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് പോഷകങ്ങൾ കൊടുക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർക്ക് അറിയാം. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ എല്ലിന് നമുക്ക് പോഷകങ്ങളാണ് ഈ കൊടുക്കുന്നത്, അല്ലാതെ ഇത് ഒരിക്കലും മരുന്നല്ല. സോ ഈ പറയുന്ന ഒരു ന്യൂട്രിചാർജിന്റെ ബീജയുടെ ഒരു പാക്ക് വാങ്ങുമ്പോൾ അതിനകത്ത് രണ്ട് രീതിയിലാണ്. ഒന്ന് പൊടി രൂപത്തിലും ഉണ്ട്, ഒന്ന് ടാബ്ലറ്റ് രൂപത്തിലും ഉണ്ട്. അത് രണ്ടും എന്താണ്? പോഷകങ്ങളാണ്. ഈ പൊടിക്കകത്ത് എന്തൊക്കെയാ അടങ്ങിയേക്കുന്നത്? കാൽഷ്യം, അതും മിൽക്കിൽ നിന്ന് എടുത്തേക്കുന്ന കാൽഷ്യം ഉണ്ട്. അതുപോലെ തന്നെ മഗ്നീഷ്യം ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ എല്ലിന്റെ ഡെപ്പോസിറ്റ്, അത് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ബോറോൺ ഇതൊക്കെ ചേർന്നിട്ടാണ് എല്ലിന് കട്ടി കൂടുതൽ കിട്ടുന്നത്. അതുപോലെ വൈറ്റമിൻ ഡി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലപോലെ വെയിൽ കൊണ്ടാ വൈറ്റമിൻ ഡി കിട്ടും. ആ വൈറ്റമിൻ ഡി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലിന്റെ ബലത്തിന് നല്ലതാണ്. ഇത്രയും നമുക്കറിയാം. അത് നമുക്ക് നോക്കാം. അതുപോലെ റോസ് ഹിപ്പ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ എന്താണ്ടോ ഒരു സാധനത്തിന്റെ എക്സ്ട്രാക്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാന്ന് നമുക്ക് നോക്കാം. ഇനുലിൻ എന്ന് പറഞ്ഞ് വേറൊരു സാധനവും ചേർത്തിട്ടുണ്ട്. ആദ്യത്തെ 3 സാധനം നമ്മൾ കേട്ടിട്ടുണ്ട്, കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ ഡി. പിന്നെ കേൾക്കാത്ത 2 സാധനമാണ് എന്ത്? റോസ് ഹിപ്പ് എക്സ്ട്രാക്ട്, ഇനുലിനും. അത് കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രിചാർജ് ബീജ് ടാബ്ലറ്റിൽ എന്നാക്കിയ തന്നെ കുറച്ചുകൂടെ കൂടുതൽ സാധനം അതിനകത്തുണ്ട്. അതൊക്കെയാ മാംഗനീസ്, കോപ്പർ, ബോറോൺ. ഇത് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ധാതു ലവണങ്ങളിൽപ്പെട്ട ചെറിയ ചെറിയ കുറഞ്ഞ അളവിൽ മതി നമുക്ക്. പക്ഷെ അത് വേണം, ഇച്ചിരി നമുക്കത് വേണം, അത് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അതെന്നാ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ട്രേസ് എലമെന്റ്സ്, അതായത് ചെറിയ രീതിയിൽ വേണ്ട ധാതു ലവണങ്ങൾ? മാംഗനീസ്, കോപ്പർ, ബോറോൺ. ഇത് ഏതിലടങ്ങിയേക്കുന്നത്? ന്യൂട്രിചാർജ് ബീജ ടാബ്ലറ്റിൽ. അതുകൂടാതെ വൈറ്റമിൻ K27, നമ്മൾ വൈറ്റമിൻ കെ എന്നേ കേട്ടിട്ടുള്ളൂ അല്ലെ, പക്ഷെ വൈറ്റമിൻ K27 എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അതെന്നാ നമുക്ക് നോക്കാം. വൈറ്റമിൻ ഡി വീണ്ടും ഇതിനകത്തുണ്ട്, അതായത് ബീജ പൗഡറിലും ഉണ്ട്, അതുപോലെ ടാബ്ലറ്റിലും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കേൾക്കാത്ത ഒരു സാധനമാണ് ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്നത്. എന്തോ ഒരു സാധനം അടങ്ങിയിട്ടുണ്ട്. പിന്നെ MSM എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ അതിന്റെ നീട്ടി പറയണമെങ്കിൽ മീഥൈൽ സൾഫോണൈൽ മീഥൈൻ, അതാണ് അതിന്റെ പേര്. ഇതൊന്നും കാണാതെ പഠിച്ച് എക്സാമിന് എഴുതല്ല, പക്ഷെ നമ്മളൊരു ഐഡിയയിൽ ഇരിക്കുക. വേണ്ടവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ഇതൊന്നും നമ്മളുടെ കയ്യിൽ കരുതുക. ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയണം എന്നില്ല, നമ്മളുടെ കയ്യിൽ ഇത് ഉണ്ടായാൽ മതി, അവർക്ക് അയച്ചു കൊടുത്താൽ മതി. ദെൻ അടുത്തതാണ് ബോസ്വേലിയയുടെ എക്സ്ട്രാക്ട്. അപ്പോൾ 1-2 എക്സ്ട്രാക്റ്റുകൾ നമ്മൾ കണ്ടു, പിന്നെ വായിക്കൊള്ളാത്ത 1-2 സാധനങ്ങളും കണ്ടു, പിന്നെ പരിചയമുള്ള കുറച്ച് സാധനം കണ്ടു. ഇതിന്റെയൊക്കെ എന്താണ് ബോണിനെയും ജോയിന്റിനെയും, എന്തിനൊക്കെയാ ബോണിനെയും ജോയിന്റിനെയും ഇതൊക്കെ എങ്ങനെയാ സഹായിക്കുന്നത്? ഈ പോഷകങ്ങൾ എങ്ങനെയാ സഹായിക്കുന്നത്? ആദ്യം നമ്മൾ കണ്ടത് കാൽഷ്യം ആണ്. നമ്മൾ ഏതിൽ നിന്ന് എടുത്ത കാൽഷ്യം ആണ്? മിൽക്കിൽ നിന്ന്, പാലിൽ നിന്ന് എടുത്ത കാൽഷ്യം ആയതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാവുന്ന രീതിയിലുള്ള കാൽഷ്യമാണ് അത്. നമ്മൾ പണ്ട് പറയുമായിരുന്നു പാലൊരു സമീകൃത ആഹാരമാണ്. പക്ഷെ ഇപ്പോഴത്തെ പാലിന്റെ പ്രശ്നം കൊണ്ടാണ് എന്ത് പറ്റിയേക്കുന്നത്? ഇപ്പൊ പാല് കുടിക്കല്ലേ എന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷെ ആ പാലിൽ നിന്ന് എടുത്തേക്കുന്ന വേണ്ട സാധനമായ കാൽഷ്യം നമ്മളുടെ ന്യൂട്രിചാർജ് ബീജയിൽ അടങ്ങിയിട്ടുണ്ട്. ആ പാലിൽ നിന്ന് എടുത്തേക്കണോണ്ട് തന്നെ എന്നാ ഗുണമുള്ളത്? അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുകയും ചെയ്യും, ഏറ്റവും സേഫ് ആയിട്ട് അബ്സോർബ് ആവുകയും ചെയ്യും. അപ്പോ നമ്മളുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ 99% സ്റ്റോർ ചെയ്തേക്കണത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ ബോണിലും നമ്മുടെ പല്ലുകളിലുമാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം. അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ 90% മഗ്നീഷ്യവും ബോണിലാണ് വെച്ചേക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ കാൽഷ്യവും വൈറ്റമിൻ ഡിയും അബ്സോർബ് ചെയ്യാനും, പിന്നെ എന്തിനാണ്? ബോൺ സ്റ്റെബിലൈസേഷൻ, ബോൺ സ്റ്റേബിൾ ആക്കി വെക്കാനും, ബോണിന്റെ വളർച്ചയ്ക്കും അതിനകത്ത് വീണ്ടും വീണ്ടും ഈ കാൽഷ്യം ഒക്കെ എന്താ പറയുന്ന ആഡ് ആവാനും ഒക്കെ സഹായിക്കുന്നത് ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന എന്താണ്? ഈ ഒരു ധാതുലവണമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഗുണം എന്താണ്? കാൽഷ്യം അബ്സോർപ്ഷൻ. നമ്മുടെ വിചാരം വൈറ്റമിൻ ഡി ചെന്ന് കഴിഞ്ഞാൽ നേരെ അതങ്ങടെ എല്ലിനങ്ങ് പ്രവർത്തിക്കുന്ന. ആക്ച്വലി വൈറ്റമിൻ ഡി അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ത് ഗുണം കിട്ടുന്നത് നമുക്ക്? ആ കാൽഷ്യം ഒക്കെ നമ്മൾ എത്ര കഴിച്ചാലും നമ്മുടെ ശരീരത്തിലോട്ട് അത് ആഗിരണം ചെയ്യണമെങ്കിൽ അവിടെ ഒരാൾ വേണം. ഏത് വേണം? വൈറ്റമിൻ ഡി വേണം. വെറുതെ നമ്മൾ കുറെ കാൽഷ്യം ഗുളിയൊക്കെ എടുത്ത് കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ കാൽഷ്യം അതുപോലെ തന്നെ ഫോസ്ഫറസും ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന വൈറ്റമിൻ ഡി വേണം. ഇനി ഈ മഗ്നീഷ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പ്രായമാകും തോറും നമുക്ക് ഏജ് ഒരു ഫാക്ടറാണ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? ഏജും അതുപോലെ തന്നെ പീരീഡ്സ് നിന്ന് പോണതും നിന്ന് പോയി കഴിയുമ്പോൾ വരുന്ന ഹോർമോണൽ ചേഞ്ചും ഒക്കെ നമ്മളൊരു ഫാക്ടറാണ് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഈ പ്രായമാകുമ്പോൾ മഗ്നീഷ്യം അങ്ങോട്ട് കുറയും. അപ്പൊ എന്ത് പറ്റും? ബോണിന്റെ കട്ടി കുറഞ്ഞു പോകും. കാരണം മഗ്നീഷ്യം നമുക്ക് ബോണിന്റെ കട്ടി കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഒന്നുകൂടെ പറയാണ്. ഇനി അടുത്തത് വൈറ്റമിൻ ഡിയുടെ കാര്യം ഞാൻ പറഞ്ഞു. കാൽഷ്യം അതുപോലെ ഫോസ്ഫറസിന്റെ ഒക്കെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു.
അടുത്തതാണ് റോസ് ഹിപ്പ് എക്സ്ട്രാക്ട്. ഇത് വലിയൊരു സംഭവമാണല്ലോ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ്. ഫ്രീ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നമ്മളങ്ങ് കൊടുത്തോണ്ടിരിക്കുന്ന ഇത്രയും ദൂഷ്യം പിടിച്ച സാധനത്തിനെ എന്ത് ചെയ്യും? കളയും. അതിനെ കളഞ്ഞ് നിർവീര്യമാക്കി കളയാനായിട്ട് ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ്, ഈ റോസ് ഹിപ്പ് എക്സ്ട്രാക്ട്, റോസ് ഹിപ്പ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തേക്കുന്ന ചില കണ്ടന്റുകൾ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്, ആ കണ്ടന്റ് എന്തിനെ സഹായിക്കും? നമ്മുടെ ശരീരത്തിൽ ദൂഷ്യമായിട്ടുള്ള ദോഷം ചെയ്യുന്ന, എല്ലിന്റെ വരെ കട്ടി കുറച്ച് കളയുന്ന, എല്ലിനെ വരെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ എന്ത് ചെയ്യും? അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട് സഹായിക്കും. ആര്? ഈ റോസ് ഹിപ്പിൽ നിന്നുള്ള എക്സ്ട്രാക്ട്. അപ്പോ എന്താ ചെയ്യുന്നത്? ഒരു സ്പോഞ്ച് വെള്ളത്തിന് ഇങ്ങനെ ഇച്ചിരി വെള്ളം വീണെടുത്ത് ഒരു സ്പോഞ്ച് വെച്ച് ഇങ്ങനെ അങ്ങ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ സ്പോഞ്ച് വലിച്ചെടുക്കണ പോലെ ഈ റോസ് ഹിപ്പിൽ നിന്നുള്ള ആന്റി ഓക്സിഡന്റ് എന്ത് ചെയ്യും? നമ്മളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ആ എല്ലയിലും ഒക്കെ വരുന്ന ആ ഫ്രീ റാഡിക്കൽസിനെ ഒരു സ്പോഞ്ചും കൊണ്ട് തുടച്ചെടുക്കണ പോലെ എടുത്തു കളഞ്ഞ് നമ്മുടെ ബോണുകളെ സുരക്ഷിതമായിട്ട് വെക്കും. അപ്പൊ എന്തോരം നല്ല ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളുടെ ന്യൂട്രിചാർജ് ബീജയിൽ ആഡ് ചെയ്തേക്കണേന്ന് നോക്കിയേ. അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ വൈറ്റമിൻ ഏതിനകത്ത്? ഈ റോസ് ഹിപ്പ് എക്സ്ട്രാക്റ്റിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്. ഇതൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഓക്സിഡന്റുകളാണ്. ഈ വൈറ്റമിൻ സി ഒക്കെ ഒരു ആന്റി ഓക്സിഡന്റ്. പോളിഫിനോൾസ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആന്റി ഓക്സിഡൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളെ കുറയ്ക്കാനും അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവാതിരിക്കാനും, അതുമൂലം എന്താണ്, അതുപോലെ തന്നെ കാർട്ടിലേജ് എന്നായിരുന്നു? രണ്ട് ബോണുകളുടെ ഇടയ്ക്ക് കാണുന്ന പ്ലാസ്റ്റിക് പോലെ ആ എല്ലിനെ തമ്മിൽ ഒരയാതെ സൂക്ഷിക്കുന്ന ആ സാധനം, ആ കാർട്ടിലേജ്, തരുണാസ്ഥി എന്ന് മലയാളത്തിൽ പറയും, ആ കാർട്ടിലേജിനെയും ഡാമേജ് ആക്കാതെ, നശിച്ചു പോകാതെ സഹായിക്കും. ആരൊക്കെ? ഈ വൈറ്റമിൻ സിയും പോളിഫിനോൾസും. അത് എവിടെ നിന്നാണ് കിട്ടുന്ന? ഈ റോസ് ഹിപ്പ് ഉള്ളത് കൊണ്ട് അതിന്റെ അകത്ത് ഈ വൈറ്റമിൻ സിയും ഈ പറയുന്ന പോളിഫിനോൾസും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഈ വൈറ്റമിൻ സിക്ക് വേറൊരു റോളും കൂടെ ഉണ്ട്. ബോണും കാർട്ടിലേജും ഒക്കെ ഉണ്ടാക്കാനുള്ള പ്രോട്ടീൻ ആണ് ഏത്? കൊളാജൻ. അത് ഉണ്ടാക്കാനായിട്ട് വൈറ്റമിൻ സിക്ക് വലിയൊരു റോൾ ഉണ്ട്. അതുപോലെ തന്നെ പോളിഫിനോൾസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, അതൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ആ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ കളയാനായിട്ട് സഹായിക്കും. അതുപോലെ അതുകൊണ്ട് ആ ബോണിന്റെ ശക്തി അല്ലെങ്കിൽ ബോൺ ലോസ് നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ജോയിന്റ് പെയിൻ കുറച്ചു തരും. പറയുന്ന വഴക്കമില്ലായ്മ, സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാണ്ടാക്കി തരും. എപ്പോഴാണ് അത് വരുന്നത്? ഒരു തേയ്മാനം വന്നു കഴിയുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണത് അല്ലെ? ഇതിൽ പലർക്കും ആ ഒരു അനുഭവം കാണും. മിക്കവർക്കും ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റാത്തത്, പണ്ട് കാലത്ത് മുട്ടുകുത്തി നിന്നവരുണ്ടാവും പ്രയർ ചെല്ലാനായിട്ട്, പിന്നെ നിസ്കരിക്കാനായിട്ട് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നവരുണ്ടാവും, അതുപോലെ ഭജനം ചെല്ലാനൊക്കെ ആയിട്ട് ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുന്നവരുണ്ടാവും. ഇപ്പൊ അതൊന്നും പറ്റാത്തവരുണ്ടാവും അല്ലെ? പഴയ കാലത്തെ കാരണന്മാരെ ആലോചിച്ച് നോക്കുക. അവരവരുടെ ജീവിതാവസാനം വരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇതേപോലെ അവരെ പോലെ ജീവിക്കണം, അവരെ പോലെ ക്വാളിറ്റി ഓഫ് ലൈഫും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപ്പറ്റി അറിയുക, ന്യൂട്രിചാർജ് ബീജ അറിയുക, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. അടുത്തൊരു കണ്ടന്റ് ആണ് ഇനൂലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കഴിക്കുന്ന, ഇപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു, അതിനകത്ത് നമുക്ക് കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതിലും ഉണ്ട്? നമ്മളുടെ ന്യൂട്രിചാർജ് ബീജയിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കാൽഷ്യവും മഗ്നീഷ്യവും ഒക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പോ അത് നമ്മളുടെ എവിടേക്കാ ചെല്ലണേ? നമ്മളുടെ കുടലിലേക്കാ ചെല്ലണേ. ആ കുടലിൽ നിന്ന് കൃത്യമായിട്ട് നമ്മളുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്ത് അവിടെ നിന്ന് ഓരോ കോശങ്ങളിലേക്കും നമുക്ക് വേണ്ട കാൽഷ്യവും അല്ലെങ്കിൽ നമുക്ക് വേണ്ട മഗ്നീഷ്യവുമായിട്ട് എത്തി ബോണിലോട്ട് എത്താനായിട്ട് ആദ്യം എന്ത് നടക്കണം? നല്ല ദഹനം നടക്കണം. ഈ നല്ല ദഹനം നടക്കണമെങ്കിൽ ആ കാര്യവും കൂടെ ഓർത്തിട്ടുണ്ട്. അല്ലാണ്ട് ബോണും ജോയിന്റും അതിനു വേണ്ടിയുള്ള മാത്രം കണ്ടന്റ് ഇതിനകത്ത് ആഡ് ചെയ്യാം അങ്ങനെയല്ല വിചാരിച്ചേക്കുന്നത്. അതിനെ സഹായിക്കുന്ന നമ്മളുടെ കുടലിൽ തന്നെ ആ പ്രവർത്തനം നടക്കണം. ആ പ്രവർത്തനം നടക്കാൻ വേണ്ടി അതിനെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഇനുലിൻ. അതിനകത്ത് എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലില്, ചെറുകുടലിൽ ഇതിനെ പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാൻ പറ്റില്ല. അത് ബാക്കി എങ്ങോട്ട് പോകും? വൻകുടലിൽ പോയി അവിടെ ഫെർമെന്റേഷൻ, ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് പിന്നെ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇനുലിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ന്യൂട്രിചാർജ് ബീജം എടുക്കുമ്പം അവനവന്റെ ടോളറൻസ് അനുസരിച്ചിരിക്കും. ചിലർക്ക് നല്ല രീതിയിൽ വയറിളകും, ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം ഇനുലിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് നല്ല രീതിയിൽ വയറൊരു 2 ആഴ്ചയ്ക്ക് ഇളകും, അത് കഴിയുമ്പോൾ ശരിയാവും. ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴും വയറ് ലൂസായിട്ടാണ് പോണേ. കാരണം എന്നാ? ഈ ഇനുലിൻ ഒരു ഫൈബർ ആണ്. അത് എന്നാ പറയുന്നത്? അത് ദഹനം പൂർണ്ണമായിട്ടും നടക്കില്ല. പക്ഷെ അതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് കാൽഷ്യവും മഗ്നീഷ്യവും പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് ഫൈബർ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ മോഷൻ കൃത്യമായിട്ട് പോകും, അല്ലെങ്കിൽ ലാക്സേറ്റീവ് ആയിട്ട് ഇത് ആക്ട്
ചെയ്യും. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, വയറ് കുറച്ചുകൂടെ ലൂസായിട്ട് പോണ രീതിയിൽ വയറ്റിൽ നിന്ന്. അപ്പൊ അങ്ങനെ എന്താ, ഈ കഴിക്കുന്ന കണ്ടന്റ് കൃത്യമായിട്ട് നമ്മളുടെ ബോണിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഇനുലിൻ. അതുപോലെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്ത കണ്ടന്റ് ഏതായിരുന്നു? മാംഗനീസ്. മാംഗനീസ് നമ്മൾ കേട്ടു എന്തിനു വേണ്ടിയിട്ട്, ഇത് ഞാൻ പറയാം. അതായത് നമ്മളുടെ ബോണിനെയും ജോയിന്റിനെയും ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ചില എൻസൈമുകളുടെ പ്രവർത്തനം കൂടെ വേണം. നമ്മളുടെ വയറിനകത്ത് നമ്മൾ എൻസൈം ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തിനാ? ദഹനം സ്പീഡിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ കഴിക്കുന്ന എന്ത് സാധനമാണെങ്കിലും, ഇപ്പൊ പ്രോട്ടീസ് കഴിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴിച്ചാൽ പോലും അതിനെ ചെറിയ ചെറിയ സാധനങ്ങളാക്കി, ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റി നമ്മുടെ ശരീരത്തിലോട്ട് ദഹിക്കാൻ പാകത്തിനാക്കാൻ സഹായിക്കുന്നത് എൻസൈമാണ്. അത് നമ്മുടെ വയറ്റിലുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന എൻസൈമുകൾ ചിലതുണ്ട് ബോണിനെയും ജോയിന്റിനെയും ആക്റ്റീവ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അതിനെ ആക്റ്റീവ് ആക്കാനായിട്ട് ഈ മാംഗനീസ് സഹായിക്കും. അപ്പൊ മാംഗനീസ് നല്ലതല്ലേ? അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല്, നീർക്കെട്ട് ഇപ്പൊ വന്നു എന്ന് വെച്ചോ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നീർക്കെട്ട് വന്നു, ആ ജോയിന്റ് പക്ഷെ അവിടെ ഡാമേജ് ആവാതെ സൂക്ഷിക്കാനായിട്ട് ഈ മാംഗനീസ് ഉണ്ടെങ്കിൽ സഹായിക്കും. കാരണം നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവിടെ ആ ജോയിന്റിന് ഡാമേജ് വരാം. അതുപോലെ അടുത്ത വേറൊരു കണ്ടന്റ് ആണ് കോപ്പർ. നമ്മൾ ഈ ന്യൂട്രിചാർജ് സാഷയിലെ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും നമ്മൾ പഠിക്കുന്നത് ഏതിലെയാണ്? ടാബ്ലറ്റിലെയാണ്. മാംഗനീസ് തുടങ്ങി ടാബ്ലറ്റിലെ കണ്ടന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ കോപ്പറിന്റെ പ്രവർത്തനം എന്നാന്ന് വെച്ചാൽ ബോണിനെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ വെച്ചിട്ടാണല്ലോ. അതുണ്ടാക്കാൻ, ആ പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് കോപ്പർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിലും ചെറിയ അളവിൽ കോപ്പർ ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ നമ്മളുടെ ഹാബിറ്റുകൾ കൊണ്ട് തന്നെ കോപ്പർ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല നമ്മുടെ ശരീരത്തില്. അപ്പൊ ബോഡി ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ നമ്മളുടെ ഈ ന്യൂട്രിചാർജ് ബീജയിൽ ഏറ്റവും മൈന്യൂട്ടായ കാര്യം വരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. അപ്പൊ ഈ പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന കൊളാജൻ വരെ, പ്രോട്ടീൻ എന്ന് പറയുന്ന കൊളാജൻ ഉണ്ടാക്കാൻ വരെ സഹായിക്കുന്ന കോപ്പറും ഏതിലുണ്ട്? നമ്മുടെ ന്യൂട്രിചാർജ് ബീജയിൽ വേണ്ടത്ര അളവില് ചേർത്തിട്ടുണ്ട്. അതുപോലെ ബോൺ ഡെൻസിറ്റി കൂട്ടാനായിട്ട് വേണ്ടതാണ് ബോറോൺ. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലുകളെ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വെച്ചുണ്ടാക്കിയിട്ട് എല്ലിന് കട്ടി കൂട്ടാനായിട്ട് കാൽസ്യവും മഗ്നീഷ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും ബോറോണും അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ്, എല്ലിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് എല്ല് നല്ല കട്ടിയുള്ളതായിട്ട് മാറുന്നത്. അപ്പൊ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഏതായിരുന്നു? ബോറോൺ. അപ്പൊ അതും ഏതിലുണ്ട്? നമ്മുടെ ന്യൂട്രിചാർജ് ബീജയിലുണ്ട്. അതുകൊണ്ട് തന്നെ ബോണിന്റെ ഡെൻസിറ്റി, ബോണിന്റെ സാന്ദ്രത, ബോണിന്റെ കട്ടി കൂടി നിലനിർത്താനായിട്ട്, വേണ്ടത്ര രീതിയിൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അടുത്തതാണ് വൈറ്റമിൻ K27. നമ്മൾ K വരെയൊക്കെ വൈറ്റമിൻ K എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ K27 എന്നുള്ള ഫോമിലാണ് നിൽക്കുന്നതെങ്കിൽ, എന്താ ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് അബ്സോർബ് ആവും. നിങ്ങളൊന്ന് ആലോചിക്കണം, പ്രായമാവും തോറും നമ്മുടെ ദഹനശക്തി കൂടുവാണോ കുറയുവാണോ? കുറയല്ലേ? അപ്പൊ നമ്മൾ പ്രായമുള്ളവരെ ഉദ്ദേശിച്ചു കൊടുക്കുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം? ആ ദഹനം കൂടെ കൃത്യമായ അളവിൽ കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് കണ്ടന്റ് വേണം ആഡ് ചെയ്യാൻ. അപ്പൊ വളരെ ബുദ്ധിപൂർവ്വം, വളരെ ആലോചിച്ചും, വളരെ അതുപോലെ റിസൾട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ, മനുഷ്യർക്ക് നന്മയായിട്ട് തീരണം ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ആഗ്രഹത്തോടെയാണ് ന്യൂട്രിചാർജ് ബീജ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതാണ് ക്ലിനിക്കലി പ്രൂവൺ ആണത്. ഞാൻ പറഞ്ഞല്ലോ, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് വൈറ്റമിൻ K27 ആഡ് ചെയ്തേക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ആഗിരണം ചെയ്യും. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആക്ച്വലി. ആ കണ്ടന്റ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കാണ്. വൈറ്റമിൻ K27 നല്ല കോസ്റ്റ്ലിയാ. അത് എന്തൊക്കെയാ ചെയ്യുന്നത്? ഇത് ബോണിന്റെ പ്രോട്ടീൻ, അതിന് വേറൊരു ഓസ്റ്റിയോ കാൽസിൻ എന്നൊക്കെ പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് എന്നത്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കാൽഷ്യം പ്രോപ്പർ ആയിട്ട്, കാൽഷ്യം ഉണ്ടായാൽ പോരല്ലോ, അത് കൃത്യമായിട്ട് എല്ലയിൽ ബൈൻഡ് ചെയ്ത് കൃത്യമായ അളവിൽ ഡെപ്പോസിറ്റ് ആയി അവിടെ നല്ല രീതിയിൽ നല്ല കട്ടിയും നല്ല സാന്ദ്രതയൊക്കെ ഉള്ള ബലമുള്ള ബോണാക്കി മാറ്റാനായിട്ട് സഹായിക്കും. ആരുണ്ടെങ്കിൽ? വൈറ്റമിൻ K27 ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന ഓസ്റ്റിയോ കാൽസിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനെ ആക്റ്റീവ് ആക്കുന്നതാണ്. ഓസ്റ്റിയോ കാൽസിൻ ആണ് നമ്മളുടെ ബോണിന് നല്ല കട്ടിയും നല്ല ബലവും നല്ല ആ സുഷിരങ്ങളൊക്കെ കറക്റ്റ് അളവിൽ നിൽക്കണം. സുഷിരങ്ങളുടെ അളവ് കൂടി പോകാനൊന്നും പാടില്ല, അല്ലെ? അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു കാൽഷ്യം, ഓസ്റ്റിയോ കാൽസിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീനെ ആക്റ്റീവ് ആക്കാൻ, ചുമ്മാ അവിടെ ചത്ത കഴിഞ്ഞാൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അതിനെ ആക്റ്റീവ് ആക്കാൻ വൈറ്റമിൻ K27 സഹായിക്കും. അത് ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ആവണോണ്ട് തന്നെ വേഗം പ്രവർത്തിക്കും. ഈ വൈറ്റമിൻ K27 ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വേഗം പ്രവർത്തിക്കുന്നത്. നമ്മളുടെ എല്ലിനൊക്കെ ഇത്രയ്ക്കും പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്.
കാരണം നമ്മളുടെ എല്ലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, കുഞ്ഞുങ്ങളിലെ എല്ലിന് കട്ടി കുറവാ. എത്രയോ കാലങ്ങൾ എടുത്താണ് ഈ എല്ലിന് ബലമായി വരുന്നത്. 20കളൊക്കെ, അതായത് നമ്മളുടെ ഒരു നല്ല പ്രായത്തിലാണ് ഈ എല്ലിനും എത്രയും കട്ടിയൊക്കെ ആയി വരുന്നത്. പക്ഷെ നമ്മൾ ഈ പ്രായമായ ഒരു അവസ്ഥയില് വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ 40 കഴിയുമ്പോൾ വടി കുത്തിപ്പിടിക്കില്ലെങ്കിൽ പോലും പറയാതെ പോലും എഴുന്നേക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അല്ലെ, എല്ലാവർക്കും ഉണ്ട്. ആ ഒരു അവസ്ഥയെ പോലും കൃത്യമായ രീതിയിൽ ദഹനം നടത്തി പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് നമുക്ക് റിസൾട്ട് കാണിച്ചു തരാണ് ന്യൂട്രിചാർജ് ബി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തൊരു കണ്ടന്റ് ആണ്, ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഇച്ചിരി വായിക്കൊള്ളാത്തൊരു പേരാണ് ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ്. നമുക്ക് യാതൊരു പരിചയവും ഇതിനകത്തൊന്നും ഇല്ല. പക്ഷെ ഈ പലരും ഈവൻ തേയ്മാനത്തിന് കൊടുക്കുന്ന മെഡിസിനിൽ പോലും നമ്മൾ കണ്ടേക്കുന്നത് ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് അല്ല, ഗ്ലൂക്കോസമൈൻ സൾഫേറ്റ് ആയിരിക്കും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇച്ചിരി വില അതിന് ഇച്ചിരി കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് 74% പ്യൂരിറ്റി ഉള്ളൂ. അതിന് 74% പ്യൂരിറ്റി ഉള്ളൂ. പക്ഷേ നമ്മളുടെ ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് ന്യൂട്രിചാർജ് ബി ജെ ചേർത്തേക്കുന്നത്. അത് 99% പ്യൂറാ. അതാണ് അതിന്റെ വ്യത്യാസം. മറ്റത് എത്രയായിരുന്നു? സൾഫേറ്റ് 74% ഉള്ളൂ. ഇത് എത്രയുണ്ട്? 99% പ്യൂറാ. ഇനി ഇത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, കിട്ടാനില്ല. അപ്പൊ അത്രയ്ക്കും പ്യൂർ ആയിട്ടുള്ള ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. അതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലോട്ട് ഈസി ആയിട്ട് അബ്സോർബ് ആവും, ആഗിരണം ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പ്രൊഡക്റ്റിലെ ഓരോ കണ്ടന്റിന്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കുക. അതെന്താ ഗുണം ചെയ്യുന്നത്? റിപ്പയർ ചെയ്തു തരും. പറ്റിപ്പോയി, നമ്മുടെ ജീവിതശൈലി കൊണ്ടോ എന്തുകൊണ്ടൊക്കെയോന്ന് അറിയാൻ പാടില്ല, പറ്റിപ്പോയി, കാർട്ടിലേജ് ഒക്കെ പോയി. പക്ഷെ അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് ഈ കണ്ടന്റ് ഗ്ലൂക്കോസമൈൻ GHCl നമ്മളെ സഹായിക്കും. അതുപോലെ കാർട്ടിലേജ് നല്ല രീതിയിലാണെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നീർക്കെട്ട്, ജോയിന്റിൽ നീർക്കെട്ടോ അതുപോലെ സ്റ്റിഫായിട്ട് ഇരിക്കുകയോ വേദനയോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്നാ, ഇത് റിപ്പയർ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതാണ് ന്യൂട്രിചാർജ് ബി ജെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ആശ്വാസം വേഗം മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കൊളാജൻ ഉണ്ടാവാനായിട്ട്, കൊളാജൻ അതെന്നതായിരുന്നു? ബോണിന് ഉണ്ടാക്കുന്ന പ്രോട്ടീൻ. അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും വേഗം അതായത് അത് ഉണ്ടാവാനായിട്ട് ആര് സഹായിക്കും? ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് സഹായിക്കും. ഇനി അടുത്ത ആളാണ് MSM. MSMനെ നമ്മൾ ഫുൾ ഫോം എങ്ങനെയാ വായിച്ചത്? മീഥൈൽ സൾഫോണൈൽ മീഥൈൻ. അത് 3 വാക്കായിട്ട് വായിക്കുക. മീഥൈൽ സൾഫോണൈൽ മീഥൈൻ, ഇങ്ങനെ വായിച്ചാൽ മതി. അപ്പൊ അത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ, അതൊന്നും കാണാതെ പഠിക്കണമെന്നില്ല. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് എന്തുണ്ട്? സൾഫർ ഉണ്ട്. കാരണം സൾഫോണൈൽ എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സൾഫർ എന്ന് പറയുന്ന സാധനം ഉണ്ടായി. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരോഗ്യമുള്ള എല്ലിനും ജോയിന്റിന്റെയും ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. നമ്മൾ വീട് പണിയാൻ ഇഷ്ടിക എന്നൊക്കെ പറയണ പോലെ തന്നെ ആരോഗ്യമുള്ള ബോണിന്റെയും ജോയിന്റിന്റെയും ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്ത്? നമ്മളുടെ ഈ പറയുന്ന സൾഫർ ബെയറിംഗ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഈ MSM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടിലേജ് നശിച്ചു പോകാതിരിക്കാൻ. കാർട്ടിലേജ് എന്നാന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? റിപ്പീറ്റ് പറയുമ്പോൾ ബോറടിക്കില്ലല്ലോ. 2 എല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന ആ തരുണാസ്ഥി, ആ എല്ലുകൾ ഒരഞ്ഞു പോകാതിരിക്കാൻ സഹായിച്ചേക്കുന്ന ആ തരുണാസ്ഥി. അതുപോലെ തന്നെ എന്താണ് ജോയിന്റിലും നീർക്കെട്ടുകൾ ഇല്ലാതാക്കുക. അപ്പൊ അതായത് നമ്മളുടെ വിഷമം എന്താണോ അതിനെ മാറ്റി തരാനായിട്ട് ഉള്ള ആ ഒരു വലിയൊരു ഹെൽപ്പാണ് MSM-ഉം ഇതേപോലെ ചെയ്തു തരുന്നത്. ദെൻ അടുത്തത് ആണ് ലാസ്റ്റ് കണ്ടന്റ് ആണ് ബോസ്ഫീലിയ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ജോയിന്റും കാർട്ടിലേജും ഒക്കെ ഉണ്ടാക്കി അത് സപ്പോർട്ട് ചെയ്ത് പോകാനായിട്ടും അതുപോലെ കാർട്ടിലേജ് നശിച്ചു പോകാതിരിക്കാനായിട്ടും. അതായത് 40 കഴിഞ്ഞാൽ നമുക്ക് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പലരും 40 വയസ്സ് കഴിഞ്ഞവർ കാണും ഇതിൻ്റെ അകത്ത്. അപ്പൊ എന്ത് പറ്റും? ഈ കാർട്ടിലേജുകളൊക്കെ നശിച്ചു പോകുന്നതും ഞാൻ പറഞ്ഞല്ലോ, വരവിനേക്കാളും കൂടുതൽ ചെലവെന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നമ്മളുടെ ബോണിന്റെ ടിഷ്യൂസ് എല്ലാം നശിച്ചു പോകണു, അത്രയൊട്ട് ഉണ്ടാവണമില്ല. ആ ഒരു പ്രശ്നം വരും. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ മുട്ടിന് വേദന അല്ലെങ്കിൽ നടുവിന് വേദന, എവിടെ ടെന്നീസ് എൽബോ എന്തും ആയിക്കോട്ടെ, ജോയിന്റുകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്ന പെയിനെ കുറച്ചു തരാനും, അവിടെ ഉണ്ടായിരുന്ന നീർക്കെട്ട്, നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയാം നീര്, അല്ലെങ്കിൽ നോക്കുമ്പോൾ അറിയാം ഓരോ ജോയിന്റിലും ഉള്ള നീരും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ കുറച്ചു തരാനായിട്ട് അതിലൂടെ നമുക്ക് നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ, അതായത് നമുക്ക് സ്റ്റെപ്പ് കയറണോ നടക്കണോ ഇരുന്നിടത്തൊന്ന്
എഴുന്നേക്കണോ, മുട്ടുകുത്തണോ, ചമ്രം പടിഞ്ഞിരിക്കണോ, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ഇരിക്കണ പോലെ ഇരിക്കണോ, എങ്ങനെ വേണമെന്നാല് നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ ഈസി ആയിട്ട് പോണ രീതിക്ക് നമുക്കിത് സഹായിക്കും. അതാണ് നമ്മള് പറഞ്ഞ ബോസ്ഫീലിയ എന്ന് പറഞ്ഞ എക്സ്ട്രാക്റ്റിൽ നിന്നുള്ള ആ കണ്ടന്റിന്റെ ഗുണം, ബോസ്ഫീലിയ എക്സ്ട്രാക്റ്റിന്റെ ഗുണം. ഇനി കുറച്ച് ഫ്രീക്വന്റ്ലി ആൻസേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളോട് കുറെ ഇങ്ങനെ നമ്മൾ ഈ ഇത്രയും വലിയൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ പലരും മുട്ടുമാറ്റി വെക്കല് അത്രയൊക്കെ എത്തുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളുടെ അടുത്തോട്ടൊക്കെ വരുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു കുറച്ച് ചോദ്യങ്ങൾ എന്തായാലും നമ്മളോട് ഉണ്ടാവും. അപ്പൊ ഇത് എപ്പോഴാ കഴിക്കണ്ടേ അല്ലെ? അപ്പൊ അത് നമ്മൾ കഴിക്കേണ്ടത് 5 മണിക്കോ 7 മണിക്കോ ഇടയ്ക്കുള്ള സമയത്ത് ഒരു ഡിന്നർ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കുക. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ദഹനവും നടന്ന് നമ്മൾ കിടക്കുന്നതിന് മുന്നേ എല്ലാ പോഷകങ്ങളും ആഗിരണം ചെയ്യപ്പെട്ട് ബാക്കി റിപ്പയർ വർക്കുകളൊക്കെ നമ്മുടെ രാത്രിയിൽ ശരീരത്തിൽ നടക്കും. പ്രോപ്പർ ഉറക്കമൊക്കെ കിട്ടുമ്പോൾ ആ റിപ്പയർ വർക്കുകൾ എല്ലാം നടക്കും. ഇത്രയും കണ്ടന്റ് ചെന്ന് ബോണുമ്മ പണിയെടുക്കണതാ. 3 മാസം കൊണ്ട് നമുക്ക് റിസൾട്ട്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് റിസൾട്ട് കിട്ടാൻ പോണതാണ് ഈ വയസ്സാം കാലത്ത് പോലും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സമയം നമ്മൾ പ്രിഫർ ചെയ്യണത്. കാരണം എന്താ, നമ്മൾ 5-നും 7-നും ഇടയ്ക്കുള്ള ഒരു സമയത്ത് കഴിച്ചു, അതിനുശേഷം നമ്മൾ ഡിന്നറും കഴിക്കുന്നു. ഡിന്നർ കഴിച്ചതിന് ശേഷം നമ്മൾ വലിയ താമസവും ഇല്ലാണ്ട് കുറച്ച് 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഉറങ്ങുമ്പോഴത്തേനും ശരീരത്തിലെ സകല റിപ്പയർ പ്രവർത്തനം നടക്കുക. അപ്പൊ ഒപ്പം ഈ കാർട്ടിലേജിന്റെയും ജോയിന്റിന്റെ ഇതിന്റെ എല്ലാം ബോണിന്റെ ഒക്കെ റിപ്പയർ പ്രവർത്തനങ്ങൾ അങ്ങ് നടക്കുക. നമ്മൾ ഉറങ്ങുന്നു, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ന്യൂട്രി ചാർജ് ബീജെ നല്ല രീതിയിൽ പണിയെടുക്കുന്നു. നമ്മൾക്ക് തിരിച്ച് നല്ലൊരു ബലമുള്ള എല്ലും അതുപോലെ നല്ല വഴക്കമുള്ള പ്രോപ്പർ ആയിട്ടുള്ള സന്ധികളെയും നമുക്ക് സമ്മാനിക്കാവും. നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂട്രി ചാർജ് ബീജെ. നമ്മൾ ഉറങ്ങണം, എന്നാലാണ് അവന് പ്രോപ്പർ ആയിട്ട് പണിയെടുക്കാൻ പറ്റൂ. ഇനി നമുക്ക് എത്ര നാളും കൊണ്ട് ഇത് നോട്ടീസ് ചെയ്യാൻ പറ്റും? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പല പ്രാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 3 മാസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സൈനോവിൽ ഫ്ലൂയിഡിന്റെ അളവ് ബാലൻസ് ആവും. അതായത് കാർട്ടിലേജ് പ്രോപ്പർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈനോവിയൽ മെംബ്രെയിനും പ്രോപ്പറായി കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് സൈനോവിൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ പറയുന്ന MSM-ഉം ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡും സഹായിക്കുന്നുണ്ട്. ദെൻ പിന്നെ നമ്മൾ 60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണ് തീരെ ബോൺ ഡെൻസിറ്റി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവരോട് ഒരു 6 മാസം കഴിക്കാൻ പറയുക. എനിക്ക് അറിയാവുന്ന വേറൊരു അമ്മയുണ്ട്, ഒരു ഡോക്ടറിന്റെ മദർ ഇൻ ലോയാണ്. അപ്പോ അവര് RCM-ൽ വന്നോ, എനിക്ക് തോന്നുന്ന മിനിമം ഒരു 6 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. എന്ന് ന്യൂട്രി ചാർജ് ബീജെ അറിഞ്ഞോ അന്ന് തുടങ്ങി കഴിക്കേണ്ടത് 70 വയസ്സിന് മേലെ പ്രായമുള്ള ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ഡോക്ടർ അമ്മയുടെ ബാക്കി വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്യും, ബോണിന്റെ കാര്യങ്ങളും ചെക്ക് ചെയ്യും, കിഡ്നി ഓക്കെ ആണോ, ലിവർ ഓക്കെ ആണോ ഒക്കെ നോക്കും. അപ്പൊ എല്ലാം പക്കയാ, ഓടി നടക്കണുണ്ട് ആള്. 70 വയസ്സ് കഴിഞ്ഞ ആള് വളരെ ഉഷാറായിട്ട്. അതുപോലെ തന്നെ ബാക്കി ന്യൂട്രി ചാർജിന്റെ സപ്ലിമെന്റുകൾ ആയിക്കോട്ടെ, RCM-ൽ ഓരോ പ്രൊഡക്റ്റുകളായിക്കോട്ടെ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവർക്കൊക്കെ തിരിച്ചറിവുകളുണ്ട്. അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ കിടന്നു പോവരുത്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം, അത് എന്റെ ആവശ്യമാ, എന്റെ വാശിയാ. അതിനു വേണ്ടിയിട്ട് ഞാൻ ന്യൂട്രി ചാർജ് ബീജെ കണ്ടിന്യൂസ് എടുക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അപ്പൊ പലരും ഇപ്പൊ ഇരുന്ന് അവിടെ ആത്മഹത്യ ചെയ്യണ്ടാവും. പിന്നെ ഇതിനിപ്പോ 2800 രൂപ കൊടുക്കണം. എവിടുന്ന? നമ്മൾ RCM-ൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുന്ന 5 പൈസ ചെലവില്ലാതെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ന്യൂട്രി ചാർജ് തന്നെ RCM തന്നെ തിരിച്ച് നമുക്ക് തരുന്ന കമ്മീഷനിൽ നമുക്ക് വാങ്ങാവുന്ന കാര്യമുള്ളൂ. ശരിയല്ലേ? അതുപോലെ എത്രയോ പേരെ നമുക്ക് 145 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ, നമ്മളുടെ ഇന്ത്യയിലുണ്ട് 145 കോടി ജനങ്ങൾ. അതില് പ്രായമായവർ ഇതിനകത്ത് ഭൂരിപക്ഷം ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ, ഇവർക്കൊക്കെ വേണ്ട ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രി ചാർജ് ബീജെ. അപ്പൊ നമ്മള് ഒരാൾക്ക് നമ്മൾ ഈ ന്യൂട്രി ചാർജ് ബീജെ കൊടുത്താൽ മിനിമം 3 മാസത്തേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. 2200 PV ഉണ്ട്. സോ പിന്നെ അങ്ങനെ പറയുന്നവരോട് എന്ത് എക്സ്ക്യൂസാ? അവർക്ക് എല്ലായ്പ്പോഴും എക്സ്ക്യൂസേ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ അടുത്തൊരു ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഏകദേശം ന്യൂട്രി ചാർജ് ബീജയെ പറ്റി ഒരു അറിവ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അറിവ് മാത്രം ആവരുത്, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക, നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. പ്രായമായവർക്ക് ചെല്ലുമ്പോൾ ഈ മറ്റു സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാതെ പറ്റുമെന്നുണ്ടെങ്കിൽ ന്യൂട്രി ചാർജ് ബീജെ അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു സമൂഹത്തെ ഒപ്പം വാർത്തെടുക്കാനായിട്ട്, ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക, ഒപ്പം നമുക്കൊരു സാമ്പത്തിക സുരക്ഷിതത്തിലോട്ട് എത്താനും പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്ന അഖില മാമിനോടും സിസ്ലി മാമിനോടും അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ MC ആയിട്ടുള്ള മാമിനോടും പ്രത്യേകം നന്ദി പറയുകയാണ്. ഒപ്പം ഇത് ശ്രവിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു മാം.